Hello, Welcome to the life of Nika. I'm Nikki. And I'm Khayam. So, ഞങ്ങളുടെ ആദ്യത്തെ Introduction വീഡിയോ അതെ. സംഭവം ഞങ്ങളിങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വ്ളോഗ് ചെയ്താൽ എന്താണ് എന്നിങ്ങനെ ആലോചിച്ചു. വേറൊന്നും കൊണ്ടല്ല, നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന വ്ളോഗായിട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇട്ടാൽ ഫ്യൂച്ചറിൽ നമുക്ക് കാണാമല്ലോ. ഇതൊക്കെ മെമ്മറീസ് ആയിട്ട് കാണാം. ഒരു ഫണ്ടിന് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ അമേരിക്കയിൽ ഡാലസിലാണ് താമസിക്കുന്നത്. ഡാലസ് ടെക്സസ് ടെക്സസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഡാലസ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ ബേസിക്കലി വന്ന് ട്രിവാൻഡ്രത്തു നിന്നാണ്. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ തിരുവനന്തപുരം പറഞ്ഞോ. ഞാൻ ഇവിടെ ജനിച്ച ഡാലസ് അല്ല, ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച. പിന്നെ ഞങ്ങളിവിടെ മൂവ് ചെയ്ത്. പാരൻസ് നാട്ടില് കൊല്ലം കുണ്ടറ. ഞങ്ങള് ഇങ്ങനെ കുറച്ച് ട്രാവൽ, ഫുഡ്, ഫാഷൻ ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പരിപാടിയാണ്, ലൈഫ് സ്റ്റൈൽ പരിപാടിയാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ പുറത്ത് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ ഒരു വീഡിയോസ് ചെയ്താൽ കൊള്ളാമെന്നിങ്ങനെ ആലോചിച്ചു. അതൊരു ചെറിയ വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് നിങ്ങളിൽ കാണിക്കാം എന്ന് കരുതി. ഞാനിവിടെ എൻജിനീയറിങ്ങിലാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ എൻജിനീയറിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മെക്കാനിക്കൽ ഫീൽഡാണ്. നിക്കി ഇവിടെ നേഴ്സാണ്. മദർ ആൻഡ് ബേബി പോസ്റ്റ്മോർട്ടം മദർ ആൻഡ് ബേബി നേഴ്സ്, കുഞ്ഞുങ്ങളുടെയൊക്കെ ആ ഒരു നേഴ്സാണ്. ഞങ്ങള് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം മനസ്സിൽ തോന്നി എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഞാനിവിടെ 2015 ഞാനിവിടെ നാട്ടിൽ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു വിഷുവിൻ്റെ അന്ന് കണിയും കണ്ട് ഇവിടെ ഇങ്ങ് കയറിയതാണ്. ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നു. നേരെ ഹ്യൂസ്റ്റണിൽ വന്നു. ഹ്യൂസ്റ്റണിൽ പഠിക്കാനായിട്ട് വന്നു. ഹ്യൂസ്റ്റണിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിങ്ങനെ നിക്കീനെ ദിൽമിൽ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി കാണുന്നത്. നമ്മുടെ ഒരു ഇന്ത്യൻസ് എല്ലാവരും ഒക്കെ ഉള്ള, മലയാളീസൊക്കെ ഉള്ള ഒരു ഡേറ്റിംഗ് ആപ്പാണ്. 2017 കണ്ട് ഹ്യൂസ്റ്റണിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഡാലസിലോട്ട് മൂവ് ചെയ്തു. കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് റിലേഷൻഷിപ്പിലായിട്ട് ഡാലസിലോട്ട് മൂവ് ചെയ്തു. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. എവിടെയാണ് പെണ്ണുള്ളത് അവിടെ നമ്മൾ വരുമല്ലോ. എന്നിട്ട് എന്തായിരുന്നു 2021 കല്യാണം നാട്ടിൽ വെച്ചായിരുന്നു കല്യാണം. കോവിഡ് സമയത്ത് നമ്മുടെ കല്യാണം കഴിഞ്ഞു. ഒരു ഇന്റർ കാസ്റ്റ് മാരേജ് പോലെ ആയിരുന്നു നമ്മുടേത്. മാരേജ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വെഡിങ് ഉണ്ടായിരുന്നു, ഹിന്ദു വെഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടൈപ്പ് വെഡിങ് ഞങ്ങൾ ചെയ്തായിരുന്നു. ഈ വെഡിങ് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഏതാണ്ട് ഒരു 1 ഇയർ ഇതിൻ്റെ പുറകെ ആയിരുന്നു. നമുക്ക് പല ടൈപ്പിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള തീം വേണമെന്നുണ്ടായിരുന്നു. ഔട്ട്ഫിറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ എടുത്തു നമ്മൾ എല്ലാ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. കല്യാണം പിന്നെ ബേസിക്കലി ഇപ്പം ഇവിടെ നിന്ന് ഒരു ഓഫ് എടുത്ത് നാട്ടിൽ പോയി കല്യാണം ചെയ്യാനൊക്കെ നമുക്കൊരു 3 വീക്സ് ടൈമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 1 മന്ത് ടൈമേ ഉണ്ടായിരുന്നു. കാര്യം ഇവിടെ അങ്ങനെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ നല്ലൊരു ഭയങ്കര വെക്കേഷൻ ഒന്നും കിട്ടത്തില്ല. 2 മന്ത്സ് 3 മന്ത്സ് വെക്കേഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 1 മന്ത് കൊണ്ട് എൻഗേജ്മെന്റ് കല്യാണം എല്ലാം ചെയ്ത് നമ്മളിവിടെ വന്നു. ഞങ്ങള് നാട്ടിൽ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നിക്കിയുടെ മമ്മിയുടെ കൂടെ ആയിരുന്നു താമസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പാർട്ട്മെന്റിലോട്ട് മൂവ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് നല്ലൊരു വെൽ സെറ്റിൽഡ് ആകാനായിട്ട് ഞങ്ങളൊരു വീട് പണിയിപ്പിച്ച് നല്ലൊരു രീതിയിൽ ഒരു കുഞ്ഞു വീട് റെഡിയായി എന്ന് തോന്നുന്നു. അതാണ് എൻ്റെ ബാക്കാണ് ഈ കാണുന്നത്. കിച്ചണാണിത് സത്യം പറഞ്ഞാൽ. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം, ഞങ്ങളുടെ ഒരു തീം പ്രകാരം, ഞങ്ങളുടെ ഒരു കളർ കോമ്പിനേഷൻ വെച്ച് ഞങ്ങളൊരു വീട്
പണിത്. അതിന്റെ വീഡിയോ പിന്നെ അതിൻ്റെ വീഡിയോ ഞങ്ങൾ പതുക്കെ ചെയ്യാം. അതൊരു കണ്ടൻ്റായിട്ട് ഞങ്ങളൊരു ഹോൾ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ ഈ ഓരോ സ്ഥലത്ത് പോയി ഫുഡ് അടിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ ഓരോ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാൻ ചെറിയൊരു പ്ലാനുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടൊക്കെ ഇടാനുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നതിന് ശേഷം ഞാനും നിക്കിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് പോകുന്നതും കറങ്ങുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ ഓരോ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി. ഇപ്പം ഫ്രണ്ട്സ് ഇല്ലാതെ പറ്റത്തില്ല. ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരു മെയിൻ പാർട്ടായി മാറിക്കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഈ ഓരോന്ന് പുറത്ത് പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ കൂടുന്നതൊക്കെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങളൊരു മെമ്മറീസ് ആയിട്ട് ഫ്യൂച്ചറിൽ ഞങ്ങളെയും ഞങ്ങളുടെ പിള്ളേരെയൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോസ് എടുക്കുന്നു. അതെ, ജസ്റ്റ് ഫോർ ഫൺ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. ആദ്യത്തെ വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോസൊക്കെ വരും. എന്തെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് വന്ന് പറയുക. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.